ഫസ്റ്റ് ഡേ ഓഫ് തേർഡ് ഇയർ നല്ല ഐശ്വര്യമായിട്ട് സൈക്കാട്രി പോസ്റ്റിംഗ് ആണ് കേട്ടോ ഞങ്ങൾക്ക് തുടങ്ങണേ. ഞങ്ങളുടെ കോളേജിലെ സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും വലിയൊരു ഐശ്വര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ തന്നെയുള്ള ഒരു വലിയൊരു മിററാണ്. അതിൻ്റെ മുന്നിൽ രാവിലെ തന്നെ കോട്ടിട്ട് വന്ന് ഭംഗി ആസ്വദിക്കുന്ന ശ്രീനന്ദനെ സ്വാധീനം നിങ്ങൾക്കിപ്പോൾ കാണാം. കൂടെ ഞാൻ തേർഡ് ഇയർ ആണ് കേട്ടോ ഞങ്ങൾക്ക് ആദ്യമായിട്ട് സൈക്കാട്രി പോസ്റ്റിംഗ് വരുന്നത്. പോസ്റ്റിങ്ങിൽ ആദ്യത്തെ ഡേ ആയതുകൊണ്ടും തേർഡ് ഇയർ ആദ്യത്തെ ഡേ ആയതുകൊണ്ടും ഞങ്ങൾക്ക് കാര്യമായിട്ട് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു പ്രിൻ്റ് ഔട്ട് വായിച്ച് നോക്കിയിട്ടും കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ടുമൊക്കെ ഞങ്ങളങ്ങനെ കുറച്ച് സമയം കളഞ്ഞു കേട്ടോ. എന്നെ തേർഡ് ഇയർ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിച്ച ഒരു കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. പല്ലിൽ ക്ലിപ്പിട്ട ശ്രീഹർഷ്. ഫസ്റ്റ് ഇയർ വന്നപ്പോൾ തൊട്ട് ഇന്നിടും നാളിടുന്നു പറഞ്ഞിട്ട് തേർഡ് ഇയർ ആയപ്പോൾ ഒന്ന് പല്ലിൽ ക്ലിപ്പിട്ട് കണ്ടു, സന്തോഷം. പിന്നെ ദേ നമ്മുടെ സ്വാതി അപ്പൻഡിസെക്ടമി ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചില്ലായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ പുള്ളിക്കാരി. രാവിലെ എന്നെ ക്ലാസ്സിൽ വന്ന് കോട്ടുമായിട്ടിരിക്കുന്ന ശ്രീനാഥനെയും അവൻ്റെ കൂടെ ഫോൺ നോക്കിയിരിക്കണ ഏതോനെയും നമുക്കിപ്പോൾ കാണാം. വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ പ്രത്യേകം കൊടുത്തേൽപ്പിച്ചിട്ട് തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കണ എന്നെയാണ് കേട്ടോ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. രാവിലെ എന്നെ ക്ലാസ്സിൽ വന്നിട്ട് ക്യാൻഡി ക്രഷ് കളിച്ചുകൊണ്ടിരിക്കുന്ന സൊനാലി ഫ്രം വാരണസിയാണ് കേട്ടോ ഇത്. മീശോയ്ക്ക് തനിക്കാതെ പോയ പുത്രി, അതാണ് കേട്ടോ നമ്മുടെ ശ്രീനന്ദന. ക്ലാസ്സിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ മീശോ നോക്കലാണ് പുള്ളിക്കാരിയുടെ മെയിൻ. എപ്പോൾ ക്ലാസ്സിൽ വരുമ്പോഴും നമ്മുടെ സ്വാതിയുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ജ്യൂസ് ഉണ്ടാവും കേട്ടോ. കാര്യമായിട്ട് ഫോണിൽ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീദേവിനെ നമുക്കിപ്പോൾ കാണാം. സാധാരണ പഠിക്കാറാണ് കേട്ടോ പതിവ്, ഇന്ന് എന്ത് പറ്റിയാവും. എൻ്റെ പ്രിയപ്പെട്ട റൂമിൽ കാര്യമായ എന്തോ പണിയിലാണ് കേട്ടോ, വേറൊന്നുമില്ല, ഭയങ്കര ചാറ്റിക്കാണ് പുള്ളിക്കാരി. ശ്രീദേവിക്ക് കാര്യമായിട്ട് എന്തോ ഉപദേശം പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ തുമ്പി. വളരെ കാര്യമായിട്ട് ഇരുന്ന് പഠിക്കുന്ന കുറച്ച് പേരെ നമുക്കിവിടെ കാണാം കേട്ടോ. എൻ്റെ റിട്ടയറായ റൂമിൽ എൻ്റെ റൂമിൽ നിന്ന് വീട്ടിൽ പോയതോടുകൂടി ഭയങ്കര പഠിപ്പാണ് കേട്ടോ. കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവരൊക്കെ ഭയങ്കര പഠിപ്പാണ്, വെറും അഭിനയമാണ് കേട്ടോ, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള അഭിനയം. പക്ഷെ ശരിക്കും ഇവരെല്ലാം ഭയങ്കര പഠിപ്പിക്കലാണ്, അത് വേറെ കാര്യം. പറയാനുള്ളത് ഇന്നലെ രാവിലെ വന്നല്ലോ, എന്നിട്ട് ഇന്ന് വീട്ടിൽ പോകണം. ഓക്കെ, നമ്മുടെ സ്വാതിക്ക് ഇന്നത്തെ ദിവസത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? ഞാൻ മൂന്ന് അങ്ങനെ എന്നത്തെയും പോലെ ആദ്യത്തെ ദിവസം തന്നെ ഐശ്വര്യമായിട്ട് ക്ലിനിക്സ് കെട്ടിയെന്ന സ്വാധീനെയാണ് കേട്ടോ കാണുന്നത്. അതും കണ്ട് വിഷമിച്ച് എനിക്ക് പോകണമെന്നും പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ നന്ദപ്പൻ. പക്ഷെ ഇത്തവണ നമ്മളെ സ്വാധീനെ വെറുതെ വിട്ടില്ല കേട്ടോ. HOD വരണ്ടെന്നും പറഞ്ഞ് പറ്റിച്ച് വിളിച്ചു വരുത്തി. ഇവിടുത്തെ കാൻറ്റീനിൽ വാങ്ങിയ ഓറഞ്ച് ജ്യൂസാണ്, ഇതിൻ്റെ റിവ്യൂ ഞാൻ പറയാം. അല്ല എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും. ശ്രീനന്ദന കുലിക്കണോ? എല്ലാവരും ട്രൈ ചെയ്യണം. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇതിലുള്ള മധുരം 80 മധുരമുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണം. സ്വാദിയാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സ്റ്റെപ്പ്. നോക്ക്, കോപ്പിറൈറ്റ് വരട്ടാ. നോക്ക് വെട്ടി വെക്കുന്നു. അങ്ങനെ ഫസ്റ്റ് ഡേയുടെ 3 hours എങ്ങനെയൊക്കെയോ തള്ളി നീക്കി ഞങ്ങളത് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാന്നുള്ള മെയിൻ ചടങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ.
അതെ, ഭക്ഷണം കഴിക്കാണ്ടിരിക്കലല്ല ഡയറ്റ്, നമ്മൾ കഴിക്കണം എല്ലാ നേരവും, സ്നാക്ക് ചെയ്യരുത്. അങ്ങനെ സ്വാതിയുടെ ഡയറ്റിനെ പറ്റിയിട്ടുള്ള ഉപദേശമൊക്കെ കേട്ടിട്ട് ഞങ്ങളിത് നടന്ന് നീങ്ങാണ് കേട്ടോ. വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടായ പള്ളിയറ ഹോട്ടലിലേക്ക്. ഫസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്ന് വെച്ചു. നമ്മളെല്ലാ ദിവസവും ഒരു നേരെങ്കിലും പള്ളിയറയിൽ വരും കേട്ടോ, അത് വേറെ കാര്യം. സംസാരം കേട്ടപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവും ഞങ്ങൾ 3 പേരും തൃശ്ശൂരാണ് കേട്ടോ. ഇവരുടെ കൂടെ നടന്ന് തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ തൃശ്ശൂർ സ്ലാഗ് ഒന്നും കൂടി കൂടെ ചെയ്തേട്ടോ. ഡിസ്കൗണ്ട് വേണട്ടോ. ഞാൻ ആദ്യമായിട്ട് കേട്ടോ സ്വാതി ഇവിടുന്ന് ചോറൊക്കെ വാങ്ങിച്ച് കഴിക്കണ കാണണേ. ഞങ്ങളാണെങ്കിലും ചോറൊന്നും കഴിക്കാറില്ല, പൊറോട്ടയ്ക്കാണ് കഴിക്കാറ് സാധാരണ. അതെ, ഇതാണ് ഞങ്ങൾക്കുള്ള പൊറോട്ട. ഭയങ്കര പോളിംഗ് ആണ് ആദ്യം. സർജറി ഒക്കെ കഴിഞ്ഞാന്ന് പറയപ്പെടുന്നു, ആർക്കറിയാം. സാധാരണ ഞങ്ങൾ ഗ്രേവി മാത്രമേ വാങ്ങിക്കാറുള്ളൂ. ഇന്ന് പിന്നെന്തോ ചിക്കൻ കറി വാങ്ങിക്കാം എന്ന് വിചാരിച്ചു. ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ലഞ്ചൊക്കെ കഴിച്ചിട്ട് ആഫ്റ്റർനൂൺ ലെക്ചർ ക്ലാസ്സിന് വേണ്ടിയിട്ട് ലെക്ചർ ഹാളിലേക്ക് പോവുകയാണ് കേട്ടോ. തേർഡ് ഇയർ ഇതേ ആദ്യമായിട്ടാണ് ലെക്ചർ ഹാളിലേക്ക് പോകാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങളിതേ നടന്ന് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ പ്രതീക്ഷിച്ച പോലെ തന്നെ ആ ഒരു കാഴ്ച കണ്ടത്. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം എതു ബ്രോസ്കി. എതുചേട്ടൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് ഒരു ഇൻട്രോ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓൾ ഇൻ ഓൾ ആണ്. എതുചേട്ടൻ അറിയാത്ത ആരുമില്ല. ഫസ്റ്റ് ഡേ തന്നെ വീഡിയോ എടുത്തോണ്ട് ക്ലാസ്സിൽ കയറണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കയറുന്ന സമയത്ത് വീഡിയോ എടുത്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് മടിയായിട്ടായിരുന്നു. അവിടെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ലെക്ചർ ഹാൾ 2 ഞങ്ങൾ ലെക്ചർ ഹാൾ 3 പറഞ്ഞു വിട്ടു കേട്ടോ. നമ്മുടെ ക്ലാസ്സിൽ ടെക്നിക്കലായിട്ട് എന്ത് ഇഷ്യൂ വന്നാലും ഓടിച്ചെന്ന് ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യണ ഒരു മഹത് വ്യക്തിനെയാണ് കേട്ടോ നമ്മൾ ഈ കാണാൻ പോകുന്നത്. വേറെ ആരുമല്ല, ദേവനാരായണൻ. ദേവനാണ് കേട്ടോ ക്ലാസ്സിൽ എന്ത് ടെക്നിക്കൽ ഇഷ്യൂ വന്നാലും അപ്പോൾ പോയി ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ആരുടെയും കയ്യിൽ ലാപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ലാപ്പ് കൊടുത്ത് ഹെൽപ്പ് ചെയ്യണ ദേവനെയാണ് ഇപ്പം തന്നെ നിങ്ങൾ കണ്ടത്. ഇനി ഈ കാണുന്നത് തണുത്ത് ഉറച്ചിരിക്കുന്ന ശ്രീഹർഷിനെയാണ്. ക്ലാസ്സിൽ ഈസിയൊക്കെ ഇപ്പോൾ നല്ല അടിപൊളിയാക്കിയതോടുകൂടി ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. തണുത്തിട്ട് ശ്രീഹർഷി പാവം കോട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലും വലിയ കാര്യമൊന്നുമില്ല. ക്ലാസ്സിലിരിക്കുമ്പോൾ പറഞ്ഞറിയിക്കാത്ത സന്തോഷം വരുന്നൊരു കാര്യമാണ് ദ എൻഡ് എന്ന് എഴുതി കാണിക്കുന്ന ഒരു സമയം. അങ്ങനെ ഫസ്റ്റ് ഡേയുടെ ലെക്ചേഴ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ക്ലാസ്സിൽ നിന്ന് സമാധാനമായിട്ട് ഇറങ്ങിയിട്ടോ. എല്ലാവരുടെയും പ്രിയങ്കരിയായ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ഇലക്ഷന് ജയിച്ച GNS ആണ് കേട്ടോ ഇറങ്ങി വരുന്നത്. ഇന്നത്തെ കുറിച്ച് പറയാനുള്ളത്, ഇന്നത്തെ ദിവസത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? ഭയങ്കര പാട് ഡിസ്റ്റിങ്ഷൻ കിട്ടാനുള്ള കൊച്ചാണ്. അങ്ങനെ നമ്മുടെ ധനത്തിൻ്റെ കയ്യിൽ നിന്ന് ഇന്നത്തെ ദിവസത്തെ പറ്റിയിട്ടുള്ള റിവ്യൂ ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളിതേ പിന്നെയും പുറത്തേക്ക് ഇറങ്ങിട്ടോ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞല്ലോ, അപ്പോൾ പിന്നെ തിരിച്ചു പോകണ്ടേ. അങ്ങനെ ഞങ്ങൾ മിസ്സായ നമ്മുടെ സ്വാധീനം കാത്തു നിന്നപ്പോൾ ഉണ്ട് ദേ പോണു എൻ്റെ റൂമിൽ. ആഹാ, എൻ്റെ നിഷ്കളങ്കമായ ചിരി. ക്ലാസ് കഴിഞ്ഞ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇന്നും ഞങ്ങളുടെ മനസ്സിൽ ഒരൊറ്റ ചോദ്യമല്ലോ കേട്ടോ. റൂമിൽ പോകണോ, അതോ ചായ കുടിക്കാൻ പോകണോ, അതോ ഷെയ്ക്ക് കുടിക്കാൻ പോകണോ, അതോ എവിടെയെങ്കിലും കറങ്ങാൻ പോകണോ? അങ്ങനെ ഞങ്ങൾ ഫൈനൽ ഡിസിഷനിലെത്തി. നമ്മുടെ പള്ളിയറയിൽ നിന്ന് ചായ കുടിക്കണം.
ഭയങ്കര ഒരു ചായ ലവറായ എനിക്ക് പള്ളിയറയിൽ ചായ കുടിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല എന്നുള്ള പോലെയാണ് കേട്ടോ. നന്ദപ്പനും അതേപോലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പള്ളിയറയിൽ നല്ല അടിപൊളി ചായയൊക്കെ കുടിച്ച് നന്ദപ്പൻ വീട്ടിലും പോയി, ഞാൻ ഹോസ്റ്റലിലും പോയി കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഓഫ് തേർഡ് ഇയർ MBBS. ഇത് കണ്ടിട്ട് ആരും MBBS ലൈഫ് ഭയങ്കര സിമ്പിളാണെന്നൊന്നും വിചാരിക്കരുത്. ഇത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് ഇങ്ങനെ ബാക്കിയുടെ എനിക്ക് വീഡിയോ എടുക്കാൻ പോലും സമയം കിട്ടിയത് വരില്ല. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ.